സാറിന് വരുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. നമ്മളുടെ ഇന്നത്തെ വിഷയം മലയാളം. നമുക്ക് തുടങ്ങാം. പാടാം പാടാം. വീട് നല്ല വീട്, വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, ഞാൻ വരച്ച വീട്, എന്ത് എന്റെ നല്ല വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്, എന്റെ സ്വന്തം വീട്. താരയുടെ കുഞ്ഞിക്കോരി, താരയുടെ കുഞ്ഞിക്കോഴി, താര വന്നു, താര വന്നു, കൂട് തുറന്നു, കൂട് തുറന്നു. വായനൊക്കെ ഇരിക്കില്ലേ? ആ ശരി. കൂട് തുറന്നു, കൂട് തുറന്നു, കുഞ്ഞിക്കോരി പുറത്തു വന്നു, കുഞ്ഞിക്കോഴി പുറത്ത് വന്നു. ഹൈപ്പറാത്തിത്തി കല്ലെടുത്തിങ്ങനെ എറിയത്. താര അരി വിതറി, താര വിതറി, അരി വിതറി, താര അരി വിതറി. ഒരു വാക്ക് തെറ്റിയത് എന്തിനാ അടുത്ത? കുഞ്ഞിക്കോരി അരി തിന്നു. കുഞ്ഞിക്കോഴി അരി തിന്നു. അത് അടിച്ചെന്നറിയാമോ? എല്ലാ കറക്റ്റ് ഉത്തരവായിട്ട് പരീക്ഷയ്ക്ക് എഴുതണം. താര നോക്കി നിന്നു, താര നോക്കി നിന്നു. എന്തിനടിക്ക? ആടിക്കൊണ്ടിരിക്കണം. ഹൈപ്പറാക്ടിവിറ്റി വേറെ ഇരിക്കണ്ടേ? വരുന്നത് കണ്ടു, പരുന്നത് കണ്ടു, കാക്കയും അത് കണ്ടു, കാക്കയെ അതെ കണ്ടോ? കാക്കയും അത് കണ്ടു, തത്തയും അത് കണ്ടു, തത്തയും അത് കണ്ടു. ഞാൻ മലയാളിയായിട്ട് കുട്ടിയൊന്നുമില്ല. ഞാനേ അമേരിക്കൻ സാഹിത്യം താണ്ട് ഇതുണ്ടല്ലോ, ഇത് ചെയ്യണം. ഓ ചെയ്യാ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഇതാര ടെക്സ്റ്റ് ബുക്കാ സാറേ? ഒരു വൃത്തിയുള്ള കയ്യക്ഷരം, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഞാൻ എഴുതിയതല്ല, എനിക്ക് സ്കൂളിൽ ബുക്ക് തന്നിട്ട്. ബുക്ക് തന്നിട്ട് അവിടെ പെൻസിലൊക്കെ എഴുതി തരുമോ? പറന്നു വന്നവൻ, അങ്ങനെയല്ലേ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കാക്ക പറന്നു വന്നു, കാക്ക പറന്നു വന്നു, തറയിലിരുന്നു, തറയിലിരുന്നു. അതു എന്തിനാ വന്നത്? എന്തിനാ വന്നത്? വിശന്നിട്ട്. വിശന്നിട്ട്. കല്ലെടുത്ത് വെച്ചാൽ അത് ഹൈപ്പർ ആക്ടിവിറ്റി. സോറി. നിന്റെ കൂടെ എവിടെ? നിന്റെ കൂടെ എവിടെ? അതാ അതാ ആ മരത്തിൽ. ആ മരത്തിൽ. അരി തിന്നാൻ ആരൊക്കെ വന്നു? അരി തിന്നാൻ ആരൊക്കെ വന്നു? കാക്ക. കാക്ക. അരി തിന്നാൻ ആരൊക്കെ വന്നു? അരി തിന്നാൻ തത്ത വന്നു. അരി തിന്നാൻ തത്ത വന്നു. അരി തിന്നാൻ അരി തിന്നാൻ അരി അരി തിന്നാൻ